അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. അൽഹംദുലില്ലാഹ്. ഒരു 2 റക്അത്ത് സുന്നത്ത് നിസ്കരിക്കാൻ നിങ്ങൾ തയ്യാറാണോ? ഇത് നിങ്ങളുടെ ജീവിതത്തിൽ ഇപ്പോൾ നിങ്ങൾ ഫേസ് ചെയ്തുകൊണ്ടിരിക്കുന്ന എല്ലാ പ്രശ്നങ്ങൾക്കും ഒരു പരിഹാരമാണ്. ഞാൻ നിങ്ങൾക്ക് ഒരാളുടെ ഒരു ജീവിത ചരിത്രം തന്നെ പറഞ്ഞുതരാം. ഞാനത് പുസ്തകത്തിൽ നിന്നൊന്നും വായിച്ചതല്ല. ഞാൻ എപ്പോഴും പറയുന്ന പോലെ തന്നെ എൻ്റെ ചുറ്റുപാടുകളിൽ ഞാൻ കണ്ടിട്ടുള്ള ആളുകളിൽ നിന്ന് എനിക്ക് കിട്ടിയിട്ടുള്ളൊരു അറിവും കൂടെയാണ് കേട്ടോ. ഈ 2 റക്അത്ത് നിസ്കാരം തഹജ്ജുദ് നിസ്കാരമോ വിത്ർ നിസ്കാരമോ ഒന്നുമല്ല. നമുക്ക് രാത്രി തഹജ്ജുദ് നിസ്കരിക്കാൻ ചിലർക്കൊക്കെ മടിയായിരിക്കും അല്ലേ. രാത്രി നേരത്തെ എണീക്കണം, ഉറക്കത്തിൽ നിന്ന് എണീറ്റിട്ട് നിസ്കരിക്കണം, ചെറിയ കുട്ടികളുണ്ട്, അങ്ങനെ പല 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 കാരണങ്ങളായിരിക്കും. നമുക്ക് നിസ്കരിക്കുന്നവർ നിസ്കരിക്കട്ടെ, എത്ര പ്രയാസം ഉണ്ടെങ്കിലും തഹജ്ജുദ് നിസ്കരിച്ച് കഴിഞ്ഞാൽ നമുക്ക് ബാക്കോട്ട് നിൽക്കാൻ തോന്നില്ല. പിന്നെ നമ്മൾ ബാക്കോട്ട് ഉണ്ടാവില്ല. ഒരിക്കലെങ്കിലും പടച്ച റബ്ബ് നമുക്കൊക്കെ തൗഫീക്ക് നൽകട്ടെ ഇൻഷാ അല്ലാഹ്. അപ്പോൾ ഞാൻ പറയാൻ പോകുന്നത് 2 റക്അത്ത് സുന്നത്ത് നിസ്കരിക്കുന്നത് രാവിലെയാണ്. രാവിലെ നമ്മൾ ചിലരൊക്കെ നിസ്കരിക്കുന്നുണ്ടാവും. ഇപ്പോൾ എൻ്റെ വോയിസ് ശ്രവിക്കുന്ന ചിലരൊക്കെ നിസ്കരിച്ചിട്ടുണ്ടാവും. എനിക്കറിയുന്ന ഒരു ഇത്താത്തയുണ്ട്. ആ ഇത്താത്തക്ക് 3 മക്കളുമുണ്ട്. മക്കളൊക്കെ അന്ന് ചെറിയ മക്കളായിരുന്നു. കുറച്ച് മുന്നത്തെ ഒരു കഥയാണ് കേട്ടോ, ഞങ്ങൾക്ക് വേണ്ടിയിട്ട് പറഞ്ഞു തരുന്നത്. ചുരുക്കി പറയാൻ വലിച്ചു നീട്ടുന്നില്ല. അപ്പോൾ ആ ഇത്താത്ത വളരെയധികം കഷ്ടപ്പെട്ടിട്ടാണ് ജീവിച്ചുകൊണ്ടിരിക്കുന്നത്. ഒരു ഹസ്ബൻഡ് എന്താണ് മയക്കുമരുന്നും വെള്ളം അടിക്കുക അങ്ങനെയൊക്കെ ആയിട്ട് അങ്ങനെ പോകുന്ന ആളാണ്. പാവം മരിച്ചുപോയി. പഠിച്ച റബ്ബ് പുറത്ത് കൊടുക്കട്ടെ. അപ്പോൾ ഞാൻ നിങ്ങൾക്ക് മനസ്സിലാവാൻ വേണ്ടിയിട്ടാണ് ആ വ്യക്തിനെയും കൂടി പറയുന്നത് കേട്ടോ. പഠിച്ച റബ്ബ് പുറത്ത് തരട്ടെ, അവർക്ക് നമുക്കൊക്കെ പുറത്ത് തരട്ടെ. അപ്പോൾ ആ ഒരു സമയത്ത് ഞങ്ങൾ തറാവീഹ് നിസ്കരിക്കാനും ആ താത്തൻ്റെ വീട്ടിലേക്കാണ് പോവുക. ആ താത്ത അന്ന് ഇമാമായിട്ട് നിൽക്കും. അന്ന് ഒരു കുടിലാണ്, മുകളിൽ സീറ്റ് ഇട്ടിട്ട് താഴെ അങ്ങനെ ഓല കൊണ്ട് മെഞ്ഞിട്ടുള്ള കുടിലാണ്. എന്നാലും തറാവീഹ് നിസ്കാരമൊക്കെ കറക്റ്റ് ടൈമിൽ ഞങ്ങളവിടെ എല്ലാവരെയും അത്താത്താണ് എല്ലാവരെയും വിളിച്ച് വരുത്തി നിസ്കരിക്കുക. എല്ലാ നിസ്കാരവും കേട്ടോ. അങ്ങനെ 31 നിസ്കാരത്തിൻ്റെ ഒരാളാണ്. തഹജ്ജുദ് ആയിക്കോട്ടെ, വിത്ർ ആയിക്കോട്ടെ, ളുഹ ആയിക്കോട്ടെ, അങ്ങനെ ഒന്നും വിടൂല. അങ്ങനെ ഒരുപാട് കഷ്ടപ്പെട്ട് അങ്ങനെ മക്കളൊക്കെ വലുതായി കിട്ടണ്ടേ, പെട്ടെന്ന് വലുതാവില്ലല്ലോ. അങ്ങനെ 37 ഈ ആൾ മരിച്ചു. ആളിങ്ങനെ വെള്ളമടിച്ച് എന്തൊക്കെയോ ഹാർട്ടിനൊക്കെ എന്തൊക്കെയോ സംഭവിച്ച് ഹസ്ബൻഡ് പോയി. അങ്ങനെ പിന്നെ 3 മക്കളും എങ്ങനെയോ കഷ്ടപ്പെട്ട് ഒരാങ്ങളമാരൊക്കെ ഉണ്ടായിരുന്നു. അവരൊക്കെ കുറച്ച് സഹായിച്ച് അങ്ങനെയൊക്കെ ആയി കഴിഞ്ഞപ്പോൾ ഞങ്ങളൊക്കെ ഇവിടുന്ന് വീട് മാറിപ്പോയിട്ട് ഇപ്പോൾ ഞാൻ ഈ അടുത്ത ആളെ കണ്ടിരുന്നു. അൽഹംദുലില്ലാഹ് മാഷാ അല്ലാഹ്. പഠിച്ച റബ്ബേ, അവരുടെ ആ സന്തോഷം ഉണ്ടല്ലോ, അത് പറഞ്ഞറിയിക്കാൻ പറ്റാത്തതാണ്. നമ്മൾ നേരിട്ട് കണ്ട ഒരാൾ, കഷ്ടപ്പെട്ട് വളർന്ന ഒരാൾ, കുറേ കാലത്തിന് ശേഷം അയാളെ നന്നായിട്ട് നമ്മൾ കാണുമ്പോൾ, അയാൾ നല്ല നിലയ്ക്ക് എത്തിയിട്ട് കാണുമ്പോൾ നമുക്കൊരു വല്ലാത്തൊരു അനുഭൂതിയാണ് അല്ലേ. നമുക്ക് അവരോട് ചോദിക്കാൻ തോന്നും, നിങ്ങൾ എന്താ ചെയ്തത്, എന്താണ് ചൊല്ലിയത്, ജോബിന് പോകുന്നുണ്ടോ ഒക്കെ നമ്മൾ ചോദിക്കില്ലേ. അപ്പോൾ അങ്ങനെയുള്ള ഞാനിങ്ങനെ ചോദിച്ച സമയത്ത് ആളെ സിറ്റുവേഷൻ എന്താ വെച്ചാൽ വലിയ വീടൊക്കെ ആയി, അപ്സ്റ്റെയർ വീടാണ്, ഇതിൽ മുകളിലൊക്കെയുള്ള വീടായി, മക്കളൊക്കെ ഗൾഫിലാണ്, പെൺകുട്ടികളൊക്കെ കല്യാണം അയച്ച എല്ലാവരും ഗൾഫിൽ, മോന് ഗൾഫിൽ. ഭയങ്കര സുഖമാണ്. ഹസ്ബൻഡ് അന്നേ മരിച്ചു പോയല്ലോ. പിന്നെ ആൾ നല്ല സുഖമായിട്ട് ഒരു ചെറിയ മോനുണ്ട് ഇവിടെ ബിസിനസ് ഒക്കെ ആയിട്ട്. അപ്പോൾ ഓരോ മക്കളെയും നോക്കിയിട്ട് അങ്ങനെ സുഖമായിട്ട് ജീവിക്കുക. അപ്പോൾ ഞാനിങ്ങനെ ചോദിച്ച സമയത്ത് എന്നോട് പറയാം, ളുഹാ നിസ്കാരം ഉണ്ടല്ലോ, നമ്മൾ രാവിലെ നിസ്കരിക്കുന്ന ളുഹാ നിസ്കാരം, അതൊരിക്കലും കൈവിടരുത്. എനിക്കെന്നൊരു ഉപദേശമാണ്. ആ നിസ്കാരം നമ്മളെ ജീവിതം തന്നെ മാറ്റിമറിക്കും. 37 എത്ര തിരക്കാണെങ്കിലും ളുഹാ നിസ്കരിച്ചിരിക്കും. ളുഹാ നിസ്കരിക്കാൻ ചിലർക്കൊക്കെ മടിയായിരിക്കും അല്ലേ. ഇന്ന് ളുഹാ നിസ്കരിക്കുമ്പോൾ രാവിലാണ്, നമ്മൾ കുളിച്ചിട്ടില്ല, നമ്മൾ പണി കഴിഞ്ഞിട്ടില്ല, അങ്ങനത്തെ നമുക്ക് ഒരുപാട് എക്സ്ക്യൂസ് ഉണ്ടാവും. അപ്പോൾ അതൊന്നല്ല കാര്യം. നമ്മൾ എങ്ങനെ ചെയ്യേണ്ടത്, നമുക്കൊരു നിസ്കരിക്കുമ്പോൾ മാറ്റുന്നൊരു ഡ്രസ്സ് ഉണ്ടാവില്ല, എത്ര പണിത്തിരക്കായാലും. കുട്ടികൾ സ്കൂളിലേക്ക് പോകുന്നവരാണെങ്കിൽ അവർ പോയ ഉടനെ പിന്നെ ജോലിയിലേക്ക് ഇറങ്ങൂല. അപ്പോൾ പോയതിൻ്റെയും നമ്മൾ ജോലിയിലേക്ക് ഇറങ്ങേണ്ട ആ ഒരു ഗ്യാപ്പിൻ്റെ ഇടയ്ക്ക് വേഗം അതുണ്ടാക്കാം. നമ്മൾ മനസ്സുകൊണ്ട് നമുക്കൊരു ഉറപ്പുണ്ടാവണം, എത്ര പണിയുണ്ടെങ്കിലും ഞാനത് നിസ്കരിച്ചിട്ടേ പോവുള്ളൂ എന്നുള്ള. അപ്പോൾ 2 റക്അത്തല്ലേ ഉള്ളൂ, 2 റക്അത്ത്. ആ ഒരു 3 മിനിറ്റ് മതിയാവും നമുക്ക്. അപ്പോൾ എന്നിട്ട് വേഗം ഡ്രസ്സ് ചേഞ്ച് ചെയ്യുക, നിസ്കരിക്കുക. കൂലിയൊക്കെ പിന്നെ ആവാമല്ലോ, കുളിച്ചിട്ട് നിസ്കാരം ശരിയാവും എന്നുള്ള എവിടെയും പറഞ്ഞിട്ടില്ലല്ലോ നമ്മളോട്. അപ്പോൾ ഇൻഷാ അല്ലാഹ് പഠിച്ചപ്പോൾ എല്ലാവർക്കും തൗഫീക്ക് നൽകട്ടെ. എന്നിട്ട് ഈ 2 റക്അത്ത് ളുഹാ നിസ്കരിച്ച് കഴിഞ്ഞിട്ട് പിന്നെ ഇതുണ്ടല്ലോ, യാ ഫത്താഹു യാ അല്ലാ, യാ ഫത്താഹു യാ അല്ലാഹുവിൻ്റെ അസ്മാഉൽ ഹുസ്നയിലെ ആ യാ ഫത്താഹു യാ അല്ലാ, അതുപോലെ തന്നെ യാ നാഫി യാ അല്ലാ, യാ നാഫി യാ അല്ലാ. നമ്മൾ ഭർത്താക്കന്മാർക്കൊക്കെ നമ്മളോട് നല്ല സ്നേഹം ഉണ്ടാകാൻ വേണ്ടിയിട്ടുള്ള ഒരു അള്ളാഹുവിൻ്റെ ഇസ്മിലുള്ള ഏറ്റവും പ്രധാനപ്പെട്ടുള്ള ഒരു കാര്യമാണ് യാ നാഫി യാ അല്ലാ. ഭർത്താക്കന്മാർക്ക് നമ്മളോട് ഭയങ്കരമായിട്ട് ഒരു മുഹബ്ബത്ത് തോന്നുന്ന ആ ഒരു ഇസ്മിനെ നമ്മൾ ചൊല്ലിക്കഴിഞ്ഞാൽ, അപ്പോൾ അത് ചൊല്ലുക. യാ ഫത്താഹു യാ അല്ലാ, അതിനെ വർദ്ധിപ്പിക്കുക.
യാ ഫത്താഹു യാ അല്ലാ യാ ഫത്താഹു യാ അല്ലാ എന്ന് ഒരു 101 തവണയെങ്കിൽ ചൊല്ലിയിട്ട് ദുആ ചെയ്തിട്ട് നിങ്ങൾ എണീറ്റോളി. നിങ്ങളെ ജീവിതത്തിൽ ഒരു പ്രയാസം പഠിച്ച റബ്ബ് തരൂല. അത് രോഗം കൊണ്ടാവട്ടെ, സാമ്പത്തികമാവട്ടെ, ഒരു ബുദ്ധിമുട്ട് പഠിച്ച റബ്ബ് തരും. എല്ലാത്തിനും തട്ടി മാറ്റി നമ്മളെ മക്കളെ നല്ല ഹലാലായ മക്കളാക്കി തന്ന്, സ്വാലിഹായ മക്കളാക്കി തന്ന് നമ്മളത് നല്ല നിലക്ക് എത്തിക്കും. ഒരു സമാധാനം നമ്മൾ വീട്ടിൽ തന്നെ ഉണ്ടാവും. ഞാൻ അന്നത്തെ പറഞ്ഞ അന്ന് മുതൽ തുടങ്ങിയതാണ്. എൻ്റെ ജീവിതത്തിൽ നല്ല മാറ്റമുണ്ട്. നല്ല മാറ്റം എന്ന് വെച്ചാൽ എൻ്റെ ഹസ്ബൻഡ് ഇതേപോലെ വലിയ കുഴപ്പമൊന്നും ഇല്ലാത്ത ഒരാളാണ്. നമ്മൾ സാധാരണ അന്നന്ന് ജീവിച്ച് പോകുന്ന അങ്ങനെ ഒരു ഇതാണ്. ഇടയ്ക്ക് ചിലപ്പോൾ പണിയില്ലാണ്ടാവും. എന്നാലും എന്താ അറിയില്ല, ഭയങ്കര സന്തോഷമാണ്. കടങ്ങളിങ്ങനെ ഓരോരോ ചെറിയ കടായാലും വലിയ കടായാലും അതിങ്ങനെ ഓരോന്നോരോന്നാരായിട്ട് അങ്ങോട്ട് വീട്ടിൽ പോവും. അത് പഠിച്ച റബ്ബിൻ്റെ ഒരു കുതിരത്താണ്. നിസ്കരിക്കുന്നത് കൊണ്ടായിരിക്കാം ചിലപ്പോൾ. എനിക്കതൊരു വിശ്വാസമുണ്ട്. താത്ത അങ്ങനെ പറഞ്ഞു തന്നപ്പോൾ എനിക്ക് ഭയങ്കര വിശ്വാസമായി. അപ്പോൾ ഞാൻ അതിനെക്കുറിച്ച് കൂടുതൽ അറിഞ്ഞപ്പോൾ എനിക്ക് ഭയങ്കരമായിട്ട് ആരോടെങ്കിലുമൊക്കെ ഞാൻ ഷെയർ ചെയ്ത് കൊടുക്കണം എന്നുണ്ടായിരുന്നു ദുഹാ നിസ്കാരം. പക്ഷെ ചിലർക്കൊന്നും അതിന് സമയമില്ല എന്നുള്ളൊരു കാരണമാണ് പറയുക. ആ ഒരു സമയമല്ലേ എന്നാണ് പറയുക. ളുഹർ ബാങ്ക് കൊടുക്കുന്ന അരമണിക്കൂർ വരെ നമുക്ക് ടൈമുണ്ട്. അങ്ങനെയാണ് അതിൻ്റെ ടൈം. കൂടുതലായിട്ട് ളുഹാ നിസ്കാരത്തിനെ കുറിച്ചിട്ട് നിങ്ങൾക്ക് എന്തെങ്കിലും അറിയണമെങ്കിൽ കമൻറ്റ് ചെയ്ത് ചോദിച്ചാൽ മതി. ഞാൻ നിങ്ങളുടെ ഡൗട്ട് ക്ലിയർ ചെയ്ത് തരാം. ഇൻഷാ അല്ലാ മറ്റൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. നിങ്ങൾ ആദ്യമായിട്ട് നമ്മൾ ചാനൽ കാണുന്നതെങ്കിൽ എല്ലാവരും സപ്പോർട്ട് ചെയ്യുക. നിങ്ങൾക്ക് ഉപകാരപ്പെടുകയാണെങ്കിൽ മറ്റുള്ളവർക്കും ഷെയർ ചെയ്ത് കൊടുക്കുക. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. ഇൻഷാ അല്ലാ.